ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ഹര ഹര മഹാദേവ സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ശ്രീ മഹാദേവ്യൈ നമ. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്यै നമ. ഓം നമഃചണ്ഡികായൈ. ഹരി ഓം. ശ്രീമദേവി മാഹാത്മ്യം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുദിനം നേരുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദേവി മഹാത്മ്യത്തിലെ 12-ാം അധ്യായമായ ദേവീ ചരിത മാഹാത്മ്യം ത്തെക്കുറിച്ചാണ്. 18 ശ്ലോകങ്ങളോളം പഠിച്ചു കഴിഞ്ഞു. ഇന്ന് 19 മുതലുള്ള ശ്ലോകങ്ങളാണ് പഠിക്കേണ്ടത്. ഓരോ ശ്ലോകം വായിച്ച് നമുക്ക് അർത്ഥം പറഞ്ഞു പോകാം. ആദ്യത്തെ ശ്ലോകം: സർവം മമൈതന്മാഹാത്മ്യം മമ സന്നിധികാരകം പശുപുഷ്പാർഘ്യധൂപൈശ്ച ഗന്ധദീപൈസ്തഥോത്തമൈഃ. ഇത് പിരിച്ചു നോക്കാം. സർവം മമ ഏതത് മാഹാത്മ്യം മമ സന്നിധി കാരകം പശു പുഷ്പ അർഘ്യ ധൂപൈഃ ച ഗന്ധദീപൈഃ തഥാ ഉത്തമൈഃ. പശുപുഷ്പാർഘ്യധൂപൈഃ ച പശുപുഷ്പാർഘ്യധൂപൈശ്ച ഗന്ധദീപൈഃ തഥാ ഉത്തമൈഃ ഗന്ധദീപൈസ്തഥോത്തമൈഃ. തഥാ ഉത്തമൈഃ ആ വിസർഗം പ്ലസ് ഊ വന്നപ്പോൾ അത് ഓകാരമായി മാറി, സന്ധി നിയമം. അപ്പം സർവം എന്ന് പറഞ്ഞാൽ മുഴുവനും, മമ എൻ്റെ, ഏതത് ഈ മാഹാത്മ്യം എൻ്റെ ഈ മാഹാത്മ്യം മുഴുവനും, മമ സന്നിധികാരകം എൻ്റെ സാന്നിധ്യത്തെ കാണിക്കുന്നു. അതായത് ദേവി മാഹാത്മ്യം എന്ന് പറയുന്നത് തന്നെ ദേവി തന്നെയാണ് എന്ന് ദേവി തന്നെയാണ് പറയുന്നത്. പശു പുഷ്പ അർഘ്യ ധൂപൈഃ ദാനങ്ങൾ കൊടുക്കാനായിട്ട് പശുക്കൾ എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ, ബലി കൊടുത്തുള്ള പൂജയാണ് ഉദ്ദേശിക്കുന്നത്. പുഷ്പം പൂക്കൾ, അർഘ്യം വെള്ളം, അതായത് കാല് കഴുകാനും കൈ കഴുകാനും പൂജ ചെയ്യാനുമുള്ള വെള്ളങ്ങൾ. ധൂപം എന്ന് പറഞ്ഞാൽ സാമ്പ്രാണി, അഷ്ടഗന്ധം തുടങ്ങിയവ. ഗന്ധം എന്ന് പറഞ്ഞാൽ ഇത് കർപ്പൂരം തുടങ്ങിയവ. ദീപം എന്ന് പറഞ്ഞാൽ വിളക്ക്. തഥ അപ്രകാരം ഉത്തമങ്ങളായ ഈ പൂജാദ്രവ്യങ്ങളെ കൊണ്ട് പഞ്ചോപചാരമുണ്ട്, ഷോഡശോപചാരമുണ്ട്, പിന്നെ ചതുഷ്ഷഷ്ടി ഉപചാരമുണ്ട്. പല തരത്തിലുള്ള ഉപചാരങ്ങളാൽ പൂജാതി ഹോമങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പം ഇവിടെ അധികമൊന്നും പറയുന്നില്ല. പശു, പുഷ്പം, അർഘ്യം, ധൂപം, ഗന്ധം, ദീപം, ഇവിടെ ഈ 5 കാര്യങ്ങളെ ഇത് പ്രധാനമായിട്ട് എടുക്കേണ്ടു. വെള്ളം, പൂവ്, ഒരു നേദ്യം, പിന്നെ വിളക്ക്, പിന്നെ എന്താണ് സാമ്പ്രാണി, കർപ്പൂരം തുടങ്ങിയവ. ഇങ്ങനെ ചെറിയ രീതിയിലാണെങ്കിലും മതി നമ്മൾ പൂജ ചെയ്യാം. ആ കൂടെ ദാനങ്ങളൊക്കെ ചെയ്താൽ നല്ലതാണ്. ഹൽദി, കുങ്കുമമൊക്കെ ദേവി മാഹാത്മ്യത്തിന് പ്രാധാന്യമാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഈ പശു പുഷ്പാർഘ്യധൂപൈഃ ച ഗന്ധദീപൈസ്തഥ ഉത്തമൈഃ. ഈ ഉത്തമങ്ങളായ പൂജാദ്രവ്യങ്ങളെ കൊണ്ട് ദേവി മാഹാത്മ്യം ചെയ്താൽ അവിടെ എൻ്റെ സാന്നിധ്യമുണ്ടായിരിക്കും. സർവം മമൈതന്മാഹാത്മ്യം മമ സന്നിധികാരകം പശുപുഷ്പാർഘ്യധൂപൈശ്ച ഗന്ധദീപൈസ്തഥോത്തമൈഃ. എൻ്റെ ഈ മാഹാത്മ്യം മുഴുവനും എൻ്റെ സാന്നിധ്യത്തോടു കൂടിയതാണ്. ദേവി മാഹാത്മ്യം എവിടെയുണ്ടോ അവിടെ ദേവിയുടെ സാന്നിധ്യമുണ്ടാകും. അടുത്ത ശ്ലോകം: വിപ്രാണാം ഭോജനൈർഹോമൈഃ പ്രോക്ഷണീയൈരഹർനിശം അന്യൈശ്ച വിവിധൈർഭോഗൈഃ പ്രധാനൈർവത്സരേണയാം. വിപ്രാണാം, വിപ്രന്മാരെന്ന് പറഞ്ഞാൽ
ബ്രാഹ്മണന്മാർ. ഭോജനൈഹി, ഭോജനം ഭക്ഷണം. ഹോമം, ഹോമിക്കുക, ഹോമകുണ്ട ഉണ്ടാക്കി അതിൽ ഹോമദ്രവ്യങ്ങളെ ഹോമിക്കുന്നതിനാണ് ഹോമം എന്ന് പറയുന്നത്. പ്രോക്ഷണീയൈഹി, പ്രോക്ഷണീയം പ്രോക്ഷിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ. അഹർനിശം, അതായത് ഒരു യജ്ഞമോ ഹോമമോ ഒക്കെ നല്ല ഭംഗിയായി നടത്തുന്നതിനെ പ്രോക്ഷണീയ. അഹർനിശം, അഹസ് എന്ന് പറഞ്ഞാൽ പകൽ, നിശം എന്ന് പറഞ്ഞാൽ രാത്രി, രാവും പകലും. അന്വേഷിച്ച, അതുകൂടാതെ മറ്റുള്ള വിവിധൈ ഭോഗൈഹി, വിവിധങ്ങളായ ഭോഗങ്ങളാൽ. പ്രധാനൈഹി വത്സരേണ, പ്രധാനം ദാനങ്ങളെ ചെയ്തുകൊണ്ട്. വത്സരേണ, ഒരു വർഷം മുഴുവൻ, അതായത് എല്ലാവിധ ഹോമദ്രവ്യങ്ങളോടും കൂടി ഒരു വർഷം മുഴുവൻ രാവും പകലും ചെയ്യുന്ന ഹോമങ്ങളെക്കാൾ എനിക്ക് സന്തോഷമുണ്ടാക്കുന്നത് പ്രീതിർമേ ക്രിയതേ സാ അസ്മിൻ സാകൃത്സുചരിതേ ശ്രുതേ. എനിക്ക് കുറച്ചും കൂടി സന്തോഷം തരുന്ന ദേവി മാഹാത്മ്യം ഒരു പ്രാവശ്യം വായിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ദേവി മാഹാത്മ്യത്തെ ഒരു പ്രാവശ്യം വായിച്ചാൽ അതുകൊണ്ട് ദേവി തൃപ്തിപ്പെടുന്നു. എല്ലാവിധ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി വലിയ ഹോമവും യജ്ഞവും ചെയ്യുന്നതിനേക്കാൾ, അശ്വമേധയാഗം പോലെയുള്ള യാഗങ്ങളെക്കാൾ ദേവിക്ക് പ്രിയം ഈ ദേവി മാഹാത്മ്യ വായനയാണ്, അല്ലെങ്കിൽ പഠനമാണ് എന്ന് ദേവി തന്നെ പറയുന്നു. ഇത് പാർട്ട് 2 ആയിട്ടെടുക്കും.